ഐലാഷ് എക്സ്റ്റൻഷൻ വെക്കുന്നത് സംഭവം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അധികം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്നത്തെ ബ്രൈഡ് ദേവികല്ലേ, ദേവു എന്നുള്ളതുകൊണ്ട് ദേവു തന്നെയാണ് മനസ്സിലായി. ഇന്ന് വെഡിങ് ഈവ് കേട്ടോ, നാളെ കല്യാണം. പക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇതുവരെയും പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം അതിന് മുന്നുള്ള കുറെ ആൾക്കാർ പെൻഡിങ്ങിൽ കിടക്കുക. അപ്പൊ പിന്നെ അവരെ ക്രോസ് ചെയ്ത് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് അതങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരുമിച്ച് കാണാം. ഇനി എൻഗേജ്മെന്റും വെഡിങ് ഈവും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണാം. അപ്പം ഇന്ന് നമ്മളൊരു സിമ്പിൾ ലുക്ക് അല്ലേ. ഇന്ന് ശരിക്കും എന്താ ഗുലാബി നൈറ്റോ അല്ല, ഫ്ലോറൽ നൈറ്റ് ആക്കി. പേരൊന്നും മാറ്റി, ഹിന്ദി ഇംഗ്ലീഷ് ആക്കി. അതെ, അത്രേ ഉള്ളൂ. ഹൽദി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത്, അപ്പം ഇപ്രാവശ്യം ഫ്ലോറൽ നൈറ്റ്. ഗുലാബി നൈറ്റ് എന്ന് പറഞ്ഞാലും തന്നെ പേരിനൊരു മാറ്റം. അപ്പം ഇന്ന് ഒരു സിമ്പിൾ ലുക്കിലേക്ക് അല്ലേ, കുറച്ചൊരു മോഡേൺ ലുക്കിലേക്ക് പോവാം അല്ലേ. നാളെ ട്രഡീഷണൽ ലുക്ക് ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ കാർത്തു വന്നാൽ രാവിലെ പോയവന് വൈകുന്നേരം എത്തുള്ളൂ. അപ്പൊ അച്ഛൻ പറയാം 6 മാസം എനിക്ക് റെഡില്ലാന്ന്. ഐലാഷ് എക്സ്റ്റൻഷൻ വെക്കുന്നത് സംഭവം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ്. അധികം ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവം. ഇത് ലാഷസ് വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലാഷസ് എടുത്തിട്ട് നോക്കുക, ലെഫ്റ്റും റൈറ്റും ചേഞ്ച് ആവത്തെ. ഞാനൊരു 5 കാര്യം പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്. ലെഫ്റ്റും റൈറ്റും അത് ആദ്യം ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് പുള്ള് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ കേവ് ഷേപ്പ് മാറില്ല. ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേവ് ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് അധികം കണ്ടില്ലേ അതിങ്ങനെ പറഞ്ഞു പോരുന്നത്. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേവ് ഷേപ്പ് തന്നെ എടുക്കുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഇതിൽ കണ്ടില്ലേ, കണ്ണിനേക്കാളും ലാഷസ് വലുതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഔട്ടർ കോർണറിൽ നിന്നാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇന്നർ കോർണറിൽ നിന്ന് കട്ട് ചെയ്തത് ആളുടെ കണ്ണിൻ്റെ സൈസ് നോക്കിയിട്ട് അതിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗമ്മ് ഇതിൻ്റെ ഈ ഒരു ലൈനിൽ ഗമ്മ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം. ഗമ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത ഉടനെ തന്നെ കണ്ണിലോട്ട് ഫിക്സ് ചെയ്ത് ഗമ്മ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ് 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ണിലേക്ക് വെക്കാവും. അങ്ങനെ വരുമ്പോഴേ കണ്ണിൽ അത് ഒട്ടിപ്പിടിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെക്കുന്ന സമയത്തും ഫസ്റ്റ് ഇതിന് കണ്ണിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ടാണ് ലാഷസ് വെച്ച് കൊടുക്കുന്നത്. സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് ഔട്ടർ കോർണറാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്യുക. ഔട്ടർ കോർണർ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇന്നർ കോർണർ ഫിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് ഐലാഷസ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലാഷസ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. എനിക്കിപ്പോൾ കഴിഞ്ഞു. എനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. താങ്ക് യു. വേഗം പരിപാടി കഴിഞ്ഞു. അധികം പറയാനല്ല, നാളത്തേക്ക് പറയേണ്ടത് എന്താണെന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചു മതി. നമ്മൾ കുറേ നേരം പറയാലോ. ഇത് വേഗം പരിപാടി നിർത്ത്, ഒറ്റടിക്ക് പരിപാടി കഴിഞ്ഞ. ഇന്നത്തേത് ദൈവം ഇതുവരെ ഉള്ള ഒരു ലുക്കല്ല. നമ്മൾ ഒറ്റ ഫംഗ്ഷനും ഇങ്ങനെ എഴുതിയില്ലല്ലോ അല്ലേ. ഞാൻ ഇത് ഹെയർ പറഞ്ഞു കൊടുത്തു പോപ്പിത്താത്തക്ക്. അങ്ങനെയൊന്നും എനിക്ക് ചേരുമോ, ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കും, എനിക്ക് ചേരുമോ എന്ന് ചോദിക്കും, എന്നിട്ട് ഓക്കെ ആക്കും. നമ്മളെ ഈ ഡ്രസ്സിനനുസരിച്ചിട്ട് ആ സാധാ ലുക്ക് ഒന്ന് മാറിയിട്ട് ഇതിപ്പോഴും ട്രഡീഷണൽ ലുക്ക് പോണ ആളാ. അല്ല സോറി ഇന്ദു അനിയത്തിന്റെ പേരാട്ടോ. ദൈവം ഇപ്പോഴും ട്രഡീഷണൽ ലുക്കിന്റെ ആളാണ്. ഇന്നിപ്പോ ട്രഡീഷണൽ മാറിയിട്ട് നമ്മള് കുറച്ചൊരു ഇതിലേക്ക് മാറിയതാണ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം.